സമ്പൂർണ്ണ അരച്ചിടത്തേക്ക് പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, ഗെയിമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർമ്മയുണ്ട 2019 ഇയാളെ പിന്നെ കണ്ടിട്ടാലോ? ഇയാളെ കോൺട്രവേഴ്സി ടോപ്പിക് എല്ലാം സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ ആരെയും കൊന്ന ഇവനാ? എന്തല്ലോ ഇതെല്ലാം ഞാൻ കണ്ടിന്. ഇവരെ പെട്ടെന്ന് ഞാൻ മനസ്സിലായി. പക്ഷെ ഇവൻ പെട്ടെന്ന് അപ്രത്യക്ഷമായത് മനസ്സിലായി. ഇവൻ മിസ്സിങ് അങ്ങനെ എന്തോ പെട്ടെന്ന് ഇവരെ കാണാണ്ടായത് മനസ്സിലായോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൊറോണ ടൈമിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. കൊറോണ ടൈമിൽ ഞാൻ എന്താ ചെയ്തു പറഞ്ഞോട്. കൊറോണ ടൈമിൽ ഇവൻ ചെയ്ത സംഭവം കുത്തിയിരുന്ന് കളി വീട്ടിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല 5 കൊല്ലം ഞാൻ വീടിന്റെ ഉള്ളിൽ ഇരുന്ന് കളിച്ചിരുന്നു. 5 കൊല്ലം എക്സാക്ട് 5 കൊല്ലം ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷെ സ്റ്റിൽ ആ കോവിഡ് അല്ല ടൈമില്ലേ, ആ ടൈം പുറത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ അങ്ങനെ അറിയാറിയോ? പബ്ജി കളിക്കുമ്പോൾ ഇവരെല്ലാം വന്നിട്ട്, അല്ലെങ്കിൽ പബ്ജിയിൽ ആരാന്നോ ടീമേറ്റ് ആയിട്ട് വരുന്നത്, അവർ വന്നിട്ട് ഇങ്ങനെ ന്യൂസ് പറഞ്ഞില്ല ഇന്ന് ഇത്ര ആൾ മരിച്ച്, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പുറത്ത്. ഇത് പറയുമ്പോൾ എനിക്ക് ഇൻസ്റ്റ ഇല്ല ആ സമയത്ത്. യൂട്യൂബിൽ ഞാൻ കയറില്ല. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കയറുക. ഏത് എൻ്റെ ഈ ഗെയിം പ്ലേ അതൊന്നും ആരും കാണുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാർ കാണാനുണ്ട്. മുഖമൊന്നും കാണിക്കാണ്ട് ഗെയിം പ്ലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഞാൻ നേരെ പബ്ജി കയറും, ഗെയിം കളിക്കും. അല്ലാണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോ കാണൂല, ന്യൂസ് കാണൂല, ഇൻസ്റ്റ കാണൂല, ഞാൻ ഒന്നും അറിയുന്നില്ല. മനസ്സിലായി? ഞാൻ അത്രയും കൊല്ലങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പബ്ജി കളിച്ചിട്ട് ഞാൻ പുറത്ത് നടക്കുന്ന എന്താ കാര്യം പോലും ഞാൻ അറിയുന്നില്ല. ഇങ്ങനെ എടാ നീ ആലോചിക്കണം, എൻ്റെ പെങ്ങളെ കല്യാണം ആ സമയത്ത്. എൻ്റെ പെങ്ങളെ കല്യാണം നടക്കാം, കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും നടക്കാം. ഞാൻ വീട്ടിൻ്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയില്ല. കല്യാണത്തിൻ്റെ ആ ഒരൊറ്റ ദിവസമാണ് ഞാൻ പുറത്തിറങ്ങിയത്. കല്യാണത്തിൻ്റെ ഒരു ദിവസം. ആ ദിവസമാണെങ്കിൽ അത്രയും കുടുംബക്കാർ ഇതെല്ലാം ആയിട്ട് ഫുള്ള് അത്രയും ഞാൻ ഇതായിപ്പോയി, തല വരുത്തു പോയി. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അല്ല അല്ലാ അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞേ, അത് ഞാനിവിടെ പറഞ്ഞോ? മുനുവിനെ അറിയില്ലേ? മുന്നൊരു ജപ്പാൻ കുടിവെള്ള പദ്ധതി തൊട്ടൊരു ഒരു ബിൽഡിംഗ് ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടേ പുറത്ത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഒരു വലിയ ടാങ്കും ഒരു വലിയ ഇതുണ്ട് കേട്ടോ. വലിയ എന്താ പറയാ, അന്നല്ല അതിന്റെ പിറ്റേന്ന് രാത്രി. കാരണം സ്വന്തം പെങ്ങളെ കല്യാണം നടക്കുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അക്കൗണ്ട് ബാലൻസ് 0 മൈനസ് അല്ല, എത്രയാ 300 400 എത്രയാണ് എൻ്റെ അക്കൗണ്ട് ബാലൻസ്? 300 റുപ്യ എൻ്റെ അക്കൗണ്ട് ബാലൻസ്. പൈസ ഇല്ല കയ്യിൽ. ജീവിക്കാൻ എന്താ ചെയ്യേണ്ട അറിയില്ല. കുടുംബക്കാർ മൊത്തം വന്നിട്ടാണ് ഇങ്ങനെ പോയി ചത്തുവിടണ നിൽക്കല്ലോ. സ്വന്തം പെങ്ങളെ കല്യാണത്തിന് ഒരു തരി പൊന്നു മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കയ്യിൽ മൊത്തം അങ്ങനത്തെ സാധനങ്ങൾ. മനസ്സിലായി? ആ സമയമാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങി. ഞാൻ അത്രയോ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മനുഷ്യനെല്ലാം കാണുന്നു. മനസ്സിലായി? അന്ന് കല്യാണത്തിന് ആയിക്കൊണ്ടെന്ന് ആരെല്ലോ വരുന്നത് കുടുംബക്കാരല്ലോ. ഞാൻ അങ്ങനെ കാണുമ്പോൾ ഫുള്ള് മറ്റേ ഗുഹയെന്നൊരു കുരങ്ങനെ ഇറങ്ങിയ പോലെ ഇങ്ങനെയുള്ളത് ഞാൻ. എന്നോട് ആൾക്കാർ ഇത് പറയുന്നത്, നിനക്ക് പെങ്ങളെ കല്യാണത്തിനായിട്ട് ഇതായിക്കൂടെ പോയി ചത്തൂടെ, അങ്ങനത്തല്ല ഇത്. നിങ്ങൾ ഇന്ന് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഇവൻ അന്ന് ശരിക്കും ഒരു ക്രൗഡിന്റെ മുമ്പിൽ ഇവൻ ഇറങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ എന്റെ കോൺഫിഡൻസ് അല്ലെ, ഇന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു റീസണേ ഉള്ളൂ, മണി. അത് ഉണ്ടാക്കിക്കോ മൊത്തം. അത് ഞാൻ കാര്യം പറയല. വേറെ ഒന്നിനും തരാൻ കഴിയാത്തൊരു സാധനം പൈസ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് തരാൻ പറ്റും. അതൊരു ലഹരിയാണ്. മനസ്സിലാവും? ഒരു വീട്ടിൻ്റെ പുറത്തേക്കോ അല്ലെങ്കിൽ ഒരു പത്രം തരാനോ പാല് തരാനോ വരുന്ന ഒരാളെ മുഖത്ത് നോക്കാൻ പോലുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ട് തല താത്തിയിട്ട് ജീവിച്ച എനിക്ക് കോൺഫിഡൻസ് വന്നില്ലെങ്കിൽ അത് പൈസ എന്ന കോൺഫിഡൻസാണ്. മനസ്സിലാവും? അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ. വേറെ എന്തിലും വിശ്വസിച്ചില്ലെങ്കിലും വേറെ എന്തിലും ട്രസ്റ്റ് ചെയ്തില്ലെങ്കിലും പൈസയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ മൊത്തം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു അഡ്വൈസാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് പെങ്ങളുടെ കല്യാണത്തിൻ്റെ പിറ്റേന്ന് ഞാൻ ചാവാൻ തീരുമാനിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ മുകളിൽ കയറി ചാവാൻ വേണ്ടിയിട്ട്. മനസ്സിലാവും? എന്നിട്ട് പേടിച്ചിട്ട് വേദന എടുക്കൂലേ പേടിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. എനിക്ക് എങ്ങനെ ധൈര്യം കിട്ടുന്നില്ല. ചാവാനുള്ള എല്ലാം മൈൻഡെല്ലാം പ്രിപ്പയർ ചെയ്ത്, പക്ഷെ ബോഡി തന്നെ അനുവദിക്കുന്നില്ല. മനസ്സിലാവും? ഈ വേദന എടുക്കുന്നതും. കാരണം അത്രയും കൊല്ലം ഞാൻ ഉള്ളിലൊരു ബെഡിൽ മാത്രമല്ല ചെയറിൽ മാത്രം ഇത് ഗെയിം കളിച്ചതാണ്. ഞാൻ നടന്നിട്ട് പോലും കുറേ ദിവസമായി. മനസ്സിലാവും? അങ്ങനത്തെ ഒരു ടൈമാണ്. അപ്പം ബിൽഡിങ്ങിൻ്റെ മുകളിൽ വീണിട്ട് ചാവുന്നതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിതായി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ മുനുവിനെ വിളിച്ച്, ഞാൻ ചാവാൻ പോയെന്ന്, എനിക്ക് നടക്കുന്നില്ല. മുനു വരെ ഇത് വർത്താനം
എന്തല്ലോ അല്ല ഒരു അരമണിക്കൂറോളം ഞാൻ വർത്താനം പറഞ്ഞു. മോട്ടിവേഷൻ തരാമെന്ന് ഈ പൊട്ടനെ അറിയില്ല, മനസ്സിലാ? ഇവ ഫുള്ള് മറ്റങ്ങനെ, ഇവന്റെ നേരെ തിരിച്ചുള്ള മോട്ടിവേഷൻ. അതാ ഞാൻ പറയട്ടെ, ഇവന്റെ എന്ന് പറഞ്ഞാ ഞാൻ വേറെ ആരും നിന്നെ വിളിച്ചിട്ടില്ലല്ലോ. അതിന്റെ പിറ്റേന്ന് അതിന്റെ പിന്നെ ഗെയിമിൽ നമ്മൾ കാണുന്നത്, അതിന്റെ പിറ്റേന്ന് അതിന്റെ കമ്പാക്ക് അടിക്കണം സാധനല്ലേ. അതിന് ശേഷം നമ്മൾ ഇത് പ്ലാൻ ചെയ്യാൻ ഇറങ്ങിയത്. നമ്മൾ രണ്ടാൾ വിട്ട് ഇതിന്റെ പ്ലാൻ തുടങ്ങിയത് ഞാൻ ചാവാൻ പോയതിന്റെ പിറ്റേ ദിവസം 2 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ തുടങ്ങുന്നത്. ആദ്യത്തെ പ്ലാൻ തുടങ്ങുന്നത് പബ്ജിന്റെ ഉള്ളിൽ നിന്നാ. എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, മറ്റേ മമ്മീന്റെ ഇവന്റ് അല്ല അത് സംഭവം പബ്ജിയില് ഇവൻ സ്ട്രീം ചെയ്യും, സാധാ പോലെ തന്നെ എല്ലാ സ്ട്രീമർമാരും സ്ട്രീം ചെയ്യും. അന്ന് മുഖം കാണിക്കൂല, ഒന്നുമില്ല, കാണാൻ ഒരു 100 ആളോ 150 ആളോ വാച്ചിങ് ഉണ്ടാവും. പക്ഷെ അതിലും വലിയ റവന്യൂ ഒന്നും ഇല്ല. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവൻ മെയിനാ. പക്ഷെ ഞാൻ ഇതാ വീഡിയോ മോണ്ടേജ് പബ്ജി കളിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയാണ്. കോൾ സിസ്റ്റർ ഒന്നും പറയല്ല. എനിക്ക് എന്റെ ഫാമിലിയുടെ ലൈവിൽ ഒരിക്കലും ഉൾപ്പെടുത്തൂല. ഞാൻ പണ്ട് മുതൽ നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യമാണ്. അത് ഇനി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട, മനസ്സിലാവും. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. വെറുതെ വന്നിട്ട് ഇതാക്കണ്ട. ഓക്കെ, ഫാമിലിന് ഒരിക്കലും ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. മൊത്തം ഞാൻ കാര്യം പറയാലോ. ഷാനു ആണെങ്കിൽ ഓക്കെ, ഷാനു ഒരു ആണായിക്കൊണ്ട് ഓക്കെ. ഷാനുവിനെ ഞാൻ ലൈവിൽ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ. ഷാനു ഒരിക്കൽ ലൈവിൽ വന്നിട്ടുണ്ട്. ഷാനു അനിയനും ഓക്കെ. പെങ്ങളെ ഒന്ന് വിളിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. എൻ്റെ ഫാമിലി എങ്ങനെയുള്ള ഫാമിലിയാണെന്ന് അറിയാലോ. അപ്പൊ കണ്ണ് മാത്രമേ ഇവർതെല്ലാം കാണും, മനസ്സിലായോ? എൻ്റെ ഫാമിലിയിലുള്ള ആരും കണ്ടിട്ടുണ്ടാവില്ല. ആ നാട്ടിൽ തന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ണ് മാത്രമേ പുറത്ത് കാണും, മനസ്സിലായോ? നിങ്ങൾ ലൈവിലൊന്നും അവരെ വിളിക്കാറൊന്നും പറയല്ലേ. വിട് പ്ലീസ് ഗൈസ്, സ്റ്റോപ്പ് സ്പാമിങ്. കുറച്ച് ലോജിക് ഗൈസ്, പ്ലീസ് കുറച്ച് ലോജിക്. വെറുതെ സ്പാമിങ് അല്ലേ. ഞാൻ കഥ പറയുന്നില്ല. ഞാൻ അന്ന് നിർത്തി. നിങ്ങൾ ഇങ്ങനെ കോൾ സിസ്റ്റം നല്ല സ്പാമാണെങ്കിൽ ഞാൻ കഥ പറയുന്നില്ല. ഞാൻ കഥ പറയില്ല. അസ്പാക്ക് സ്റ്റോറി പറ. എന്റെ സ്റ്റോറി ഞാൻ ഒരു ദിവസം ലൈവെല്ലാം നിന്റെ സ്റ്റോറി അല്ല ഈ സ്റ്റോറി പറയുന്നത്. നിന്റെ സ്റ്റോറി അസ്പാക്കിന്റെ സ്റ്റോറി എന്താ? എടാ അതെ, ഇന്ന് നമുക്ക് ഇതടിച്ച് പൊട്ടിച്ചാലോ, അല്ലെ ഇന്ന് നമുക്ക് മുളവടി എടുത്ത് കുണ്ടിക്ക് വെച്ചാലോ. ഇതാണ് അസ്പാക്കിന്റെ സ്റ്റോറി. അസ്പാക്കിന് എന്ത് സ്റ്റോറി? അഷ്ഫാഖ് കൊറേ കാലം ഒളിഞ്ഞിട്ട് ഉപ്പ വരുന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ആ സ്റ്റോറി എല്ലാം അറിയാലോ. പിന്നെ അത് വിട്. എന്നിട്ട് നമ്മളവിടെ നിർത്തിയത് നമ്മള് ഡിസ്കോഡാ അതല്ലടാ. കഥ എവിടെ നിർത്തിയത്? ജപ്പാൻ കുടിവെള്ളത്തിൽ ചാവാൻ പോയി. മുനുവിനെ വിളിച്ച് മുനു എങ്ങനെ ജപ്പാൻ കുടിവെള്ളം എന്ന് പറഞ്ഞ ഒരു വലിയ ബിൽഡിംഗ്, ഫ്ലാറ്റിന്റെ ഹൈറ്റ് ഉള്ള ഒരു കുടിവെള്ള പദ്ധതിന്റെ ബിൽഡിംഗ്. അതിന്റെ മുകളിൽ കയറിയിട്ട് വീണാ ചാവും. അതിനെ വേണ്ടി ചാവാൻ കയറിയത്. അതിന്റെ മുകളിലാണ് ഞാൻ മുനുവിനെ വിളിക്കുന്നത്. മുനു അങ്ങനെ മോട്ടിവേഷൻ തരാം. മുനുക്ക് മോട്ടിവേഷൻ തരാൻ അറിയില്ല. മുനു ഇല്ല, നേരെ നെഗറ്റീവ് സാധനം തരിക. മുനു പറയോ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ചാവാൻ എങ്ങനെയാ എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നെങ്കിൽ നടക്കൂല എന്നിട്ട് മുനോട് ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ നാട് വിടാം, വേറെ എടങ്ങ് പോയിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. അപ്പൊ മുന്നോടാ നിന്റെ അക്കൗണ്ട് ബാലൻസ് 300 രൂപയാണ്, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് തിന്നാൻ കിട്ടൂല, നിനക്ക് ഇങ്ങനെയാണ് മുന്നു മോട്ടിവേഷൻ തരാം. മുന്നു പേടിപ്പിച്ചിട്ടാണ് ഇതിൽ പിന്തിരിപ്പിക്കുക, മനസ്സിലാ? വീണ് കഴിഞ്ഞാൽ അതിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ എല്ലോടെയും ചിലപ്പോ നീ ചാവൂല, ഹോസ്പിറ്റലിലോ. ഇങ്ങനെയല്ല പറയാ, ഇവൻ ഇങ്ങനെയല്ല പറയാ. എത്ര ഹോസ്പിറ്റൽ ബില്ല് ഇതാക്കാൻ വേണ്ടിട്ട് നീ തെരുവിൽ ഇറങ്ങേണ്ടി വരും, നീ ഇതാണ് ദരിദ്ര കുടുംബം, ഇങ്ങനെയല്ലാതെ ഇവൻ ഇത് മോട്ടിവേഷൻ തരാം, മനസ്സിലാ? അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ബാങ്ക് ബാലൻസ് എടാ നിങ്ങ ഇതൊന്നും പറയണ്ട, പറയണ്ട. അല്ല ഇത് നമുക്ക് തന്നെ സംഭവിക്കട്ടെ. നിന്നിങ്ങനെ മനുവിന്റെ കോമഡി ഒന്നും എന്താന്ന് ഒന്നുമില്ല. നിന്നിങ്ങനെ സ്റ്റോറി പറഞ്ഞു മോട്ടിവേറ്റ് ഇവ സിനിമ എടുക്കാൻ വല്ല ഇതുണ്ടാ സ്ക്രിപ്റ്റ് ചെയ്തല്ലേ? ബാക്കി പറയൂ. ഒന്നുമില്ല. മുന്നിൽ 2 കോമഡി പറയാനുണ്ട്. എല്ലാരും 3 ഹാ വെച്ച് കൊടുക്കണം. അഷ്ഫാഖിന്റെ ഇതെല്ലാം മോട്ടിവേഷൻ കാരണം നമുക്ക് തോന്നുന്നു. അഷ്ഫാഖിന്റെ മോട്ടിവേഷൻ അഷ്ഫാഖ് നിന്നെ വെച്ചിട്ട് പടം ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇടക്കിടക്ക് നിന്നിങ്ങനെ പൊക്കുന്നുണ്ട്. സംഭവം എന്താ അറിയില്ല. ആയിക്കോട്ടെ. മുനുവിന്റെ ഇങ്ങനെ മുനുക്ക് മാത്രം ഇത്രയും ചളികളെ കിട്ടുന്നതാ. മുനു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും കുറെ സഭയിലിരിക്കുമ്പോ ഞാൻ ഈ ബിസിനസ് മീറ്റിംഗിൽ പോകുമ്പോ സഭയിൽ ഇവൻ കോമഡി എടുക്കടാ, ചളി അടിക്കടാ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ടാവും.
ഇങ്ങനെ നോക്കുന്നുണ്ടോ? കാരണം അങ്ങനത്തെ കോമഡി മാത്രമേ അവൻ പറയൂ. അടുത്തൊന്നും ഉണ്ടോ? വേറെ ഉണ്ടെങ്കിൽ പറയണം. മനസ്സിലായി? എല്ലാവരും സൈലന്റ് ആയിട്ട് വെക്കും. സ്റ്റോറി പറ. ഓക്കെ, സോറി. ഞാൻ ചുരുക്കി പറഞ്ഞു തീർക്കാം. എനിക്ക് മൂഡ് പോയി. ഞാൻ ചുരുക്കി പറഞ്ഞു തീർക്കാം. അപ്പൊ മുന്നിനെ വിളിച്ച് മുന്നു ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, അതായത് മുന്നിൽ ചെയ്ത് നല്ലതായ ചാവാണ്ടിരിക്കാനും ഞാൻ നാട് വിടാണ്ടിരിക്കാനും വേണ്ടിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇതൊന്നും ചെയ്യലെന്ന് പറഞ്ഞു. അതെ. എന്നിട്ട് തിരിച്ചു പോയി. ഞാൻ പബ്ജി കളി പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഗെയിമറായിട്ട് തന്നെ മുന്നോട്ട് വലിയ ആളാകാതെ വിചാരിച്ചു. പിന്നെ നമ്മള് ഒരു പോയിന്റിൽ നമ്മൾ മറ്റേ മമ്മീന്റെ ഇവന്റിൽ ഇറങ്ങുമ്പോൾ ഞാനും അസ്പാക്ക് ഇത് പ്ലാൻ ആക്കുന്നത് ഐസോ സ്പീഡ് എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ഇൻസ്പിറേഷൻ എടുത്ത് കോപ്പി തന്നെ പറയാം. കോപ്പി ചെയ്തിട്ട് ഒരു കണ്ടന്റ് രീതി നോക്കാം. കുറച്ച് ആൾക്കാരെ ഉറപ്പിക്കേണ്ടി വരും. എന്തായാലും ഫാമിലിയും ആൾക്കാരൊന്നും എനിക്കൊരു ഇതൊന്നും തരുന്നില്ല. എന്തായാലും ഇതായതാ. അപ്പൊ പിന്നെ കാരണം അത്രയും എനക്ക് ഒന്നും നോക്കാനില്ല, മുന്നോട്ട് നോക്കാനില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോ നമ്മളത് പ്ലാൻ ചെയ്തു. പിന്നെ ലൈഫിലെടുത്ത ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നു. കാര്യം പറയില്ല, ഇത്ര പ്രാവശ്യം പോലീസ് ഇങ്ങനത്തെ എന്തെല്ലാം സീനുകളാണ്. ഈ ഒരു ഇപ്പം കേസ് തീർന്നിട്ടല്ലോ. കാര്യം പറയാലോ എന്ന് വെച്ചാൽ ആ ഒരു ഇതാടാ, ആ മൈൻഡ് സെറ്റിലേക്ക് എത്തണമെങ്കിൽ അത്രയും എല്ലാം നഷ്ടപ്പെടണം. മനസ്സിലായി? എല്ലാം നഷ്ടപ്പെട്ടാലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. കാരണം അത്രയും കാലം ഒരാളോട് എനിക്ക് ഹായ് ഹലോ അല്ലെങ്കിൽ സുഖമാണോ ഫുഡ് കഴിച്ചോന്ന് പോലും എനിക്ക് ഒരു സ്ട്രേഞ്ചറോട്, എനിക്ക് അറിയാത്ത ഒരാൾ, അറിയുന്ന ആൾക്കാരോട് പോലും എനിക്ക് സംസാരിക്കാനുള്ള, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ അയൽവാസികളോട് പോലും സംസാരിക്കാൻ എനിക്ക് അറിയില്ല. കോൺഫിഡൻസ് ഇല്ലാത്ത ഞാൻ ഫുള്ളങ്ങ് പൊട്ടിത്തെറിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങ് എടുക്കാൻ ചോദിച്ചു. ഐസോ സ്പീഡിന്റെ ക്യാരക്ടർ അത് എടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാവും? അതായത് അത്രയും കാലം ഇത്രയും മ്യൂസിയം സാലന്റ് ഉള്ള ഇവനെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയല്ല അഭിനയിക്കുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കൂലേ? ആ ഒരു സാധനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാവും? പോസ്റ്റർ പോലും മാറി. അത്രയും ഇങ്ങനെ അപ്പൊ ഇത് ഷോൾഡർ കളിച്ച് ഇങ്ങനെ കളിച്ച് ഞാൻ ഒരു വരങ്ങനെ പോലെ ഇങ്ങനെ ഞാൻ നടക്കല്, ഇങ്ങനെയാണ് നടക്കല്. കിരീടം മൂവിയോ? കിരീടം പണ്ട് 980 ഇറങ്ങിയ പടല്ലേ? അത് കോപ്പി അടിച്ചിട്ടാ ഞാൻ ഈ കഥ പറയുന്നതാണോ പറയുന്നത്? ആരാടാ ഇതാരാടാ ഇങ്ങനെല്ലാം ടൈപ്പ് ചെയ്ത്? എൻ്റെ ജീവിത കഥയാടാ ഞാൻ പറയുന്നത്. ആയിക്കളെ, ഞാൻ നിർത്തി തെണ്ടികളെ. അങ്ങനെ ഞാൻ ഐസോ സ്പീഡിന്റെ ഇതാക്കി ഞാൻ സ്ട്രീമറായി കഴിഞ്ഞു. ഓക്കെ, പിന്നെയുള്ള സ്റ്റോറി നിങ്ങൾ കണ്ടത്. പിന്നെ ഞാൻ ബാക്കി പറഞ്ഞാലും തന്നെ ഓരോ ദിവസം സ്ട്രീം ചെയ്യുമ്പോൾ അസ്പാക്ക് വരും. അസ്പാക്ക് അത്രയും സമയം അസ്പാക്ക് താഴെ ഉണ്ടാവും. എൻ്റെ വീടിന്റെ പുറത്ത് ഇങ്ങനെ കാവലിരിക്കും. ആരെയും വരുന്നുണ്ടോ, നാട്ടുകാർ ആരെങ്കിലും ഒന്നാമത്തെ കാര്യം പിന്നെ നാട്ടുകാർ ആരെങ്കിലും പ്രശ്നമാക്കാൻ വരുന്നുണ്ടോ? കാരണം ആ സമയത്ത് ഞാൻ ഈ തെറിയും ഇതെല്ലാം വിളിച്ചിട്ട് സ്ട്രീം ചെയ്യുന്നുള്ള നാട്ടിൽ സ്പ്രെഡ് ആകാൻ തുടങ്ങി. ഞാൻ അന്ന് ഇത്രയും വൈറൽ ഇതൊന്നുമല്ല. പാർട്ടിക്കാരിൽ അടിക്കാൻ വന്ന സംഭവമെല്ലാം ഉണ്ട്. മനസ്സിലാവും? അപ്പൊ ആ സമയത്ത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉപ്പയാണ്. ഉപ്പാന്റെ ചെവിയിൽ അത്രയും ദിവസം എത്തിയിട്ടില്ല. മനസ്സിലാവും? കാരണം പക്ഷെ നാട്ടിൽ ചെറുങ്ങനെ ഇങ്ങനെ പരക്കാൻ തുടങ്ങി പാർട്ടിക്കാരുടെ ഇടയിലല്ലോ. അപ്പൊ പുറത്ത് കാവൽ നിൽക്കുന്ന ഇവനാവും. പിന്നെ ഉപ്പ വരുമ്പോ സ്ട്രീം നിർത്തണം. അതിന് ഇവന്റെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് സൗണ്ട് ആക്കും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും ഉപ്പ വരുന്നുണ്ട്. അങ്ങനെ സ്ട്രീം നിർത്തും. അങ്ങനെയല്ല കുറെ കഥ. അത് ഇതാ ഞാൻ പറയുന്നത്, കഥക്കായിട്ട് നമുക്ക് വേറൊരു ലൈവ് ആക്കാം. മനസ്സിലാവും? മെൽവിൻ ക്രൈയിങ്ങോ? ഞാൻ പറയുന്നത് മെൽവിൻ എന്തിനാ കാര്യം? അയ്യേ, ഇതിന് കണ്ണ് പറഞ്ഞേ, ഇതിന് കണ്ണ് പറഞ്ഞ നിന്റെ തോന്നുന്നത് പുകയടിച്ചിട്ടാ? പുട്ടിന്റെ പുക അടിച്ചാ? പുട്ടിന്റെ പുക അടിച്ചിട്ട് കണ്ണ് പറഞ്ഞാ കരയുന്നതല്ല.